പ്രോട്ടീനുകളാൽ സമ്പന്നമാണ് പനീർ. കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻസ്, മിനറൽസ് എന്നിങ്ങനെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ധാരാളം ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. രണ്ടുതരം പനീറുകളാണുള്ളത്, സോഫ്റ്റ് പനീറും ഹാർഡ് പനീറും. പാകം ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതാണ് പനീറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ പെട്ടെന്ന് ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ഭക്ഷണം ആയതുകൊണ്ട് തന്നെ കഠിന വ്യായാമത്തിൽ ഏർപ്പെടുന്ന കായിക താരങ്ങൾക്ക് വ്യായാമത്തിനു ശേഷം കഴിക്കുന്ന ഭക്ഷണത്തിൽ പനീർ ഉൾപ്പെടുത്താവുന്നതാണ്. വൈറ്റമിൻ ഡി സമൃദ്ധമായതിനാൽ പല്ലിലുണ്ടാകുന്ന പോഡിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്. കുട്ടികളുടെ ഭക്ഷണത്തിൽ പനീർ തീർച്ചയായും ഉൾപ്പെടുത്താം. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആരോഗ്യ ഭക്ഷണമായ പനീർ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായകമാണ്. പ്രായമായവരുടെ തൊലിയിലുണ്ടാകുന്ന ചുളിവുകൾ മാറ്റുന്നതിനും തലമുടിയുടെ വളർച്ചയ്ക്കും പനീറിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി വളരെ മികച്ചതാണ്. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആരോഗ്യകരമായ പനീർ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. 100 സെന്റിമീറ്റർ പനീറിൽ 260 കലോറി ഊർജ്ജമുണ്ട്. 18 ഗ്രാം പ്രോട്ടീനും 208 ഗ്രാം കാൽഷ്യവുമുണ്ട്. നഷ്ടപ്പെട്ട ഊർജ്ജം വളരെ പെട്ടെന്ന് വീണ്ടെടുക്കാൻ പനീർ സഹായിക്കും. പനീറിൽ ലാക്ടോസിന്റെ അളവ് കുറവായതിനാൽ കുട്ടികളുടെ പല്ലുകൾക്ക് കേടുമുണ്ടാകില്ല. സസ്യഭക്ഷണം കഴിക്കുന്നവർക്ക് ലഭ്യമായ പ്രോട്ടീനിന്റെ ഒന്നാന്തരം സ്രോതസ്സാണ് പനീർ. ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ 9 അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചീസിനെ അപേക്ഷിച്ച് കൂടുതൽ ആരോഗ്യകരമായതിനാൽ ഇത് നിത്യവും കഴിക്കാവുന്നതുമാണ്. വളരുന്ന കുട്ടികൾക്ക് ഇവ മികച്ചൊരു പോഷകമാണ്. പനീറിൽ അടങ്ങിയിരിക്കുന്ന ജീവകങ്ങൾ, ധാതുക്കൾ, കാൽഷ്യം, ഫോസ്ഫറസ് ഇവ പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. എല്ല് തേയ്മാനം സംഭവിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസുഖങ്ങളെയും സന്ധിരോഗങ്ങളെയും ഒരു പരിധിവരെ തടയാൻ പനീർ സഹായിക്കുന്നുണ്ട്. മോണരോഗങ്ങളുടെയും പല്ലിനുണ്ടാകുന്ന അസുഖങ്ങളെയും പനീറിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് പ്രതിരോധിക്കുന്നു. തടി കുറയ്ക്കാൻ സഹായിക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ശ്രമിക്കുന്നവർക്ക് മികച്ച ആഹാരമാണ് പനീർ. ദീർഘനേരം വിശക്കാതിരിക്കാൻ സഹായിക്കുമെന്നതിനാൽ അനാരോഗ്യകരമായ സ്നാക്സ് കഴിക്കുന്ന ശീലം ഒഴിവാക്കാൻ പനീർ സഹായിക്കും. എന്നാൽ കാലറി അധികമായതിനാൽ അമിതമായ അളവിൽ കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പനീറിലെ ട്രിപ്റ്റോഫാൻ, സെറാറ്റോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഉൽപ്പാദനത്തെയും ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനും മൂഡ് മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇൻസുലിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് പനീറിൽ അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരാതിരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പനീറിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന തോതിലുള്ള സിങ്ക് പ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നു. ജലദോഷം, പനി, അണുബാധ പോലെയുള്ളവയുടെ സാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. അസുഖം വരുമ്പോൾ ശരീരത്തിന് ഊർജ്ജം നൽകാൻ പനീറിലെ പ്രോട്ടീൻ ഉപകാരപ്രദമാണ്. തലച്ചോറിന്റെ നല്ല ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ടുന്ന വൈറ്റമിൻ B12 പനീറിൽ സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും വൈറ്റമിൻ B12ന്റെ അഭാവം സസ്യാഹാരികളിൽ കാണാറുണ്ട്. ഇത് പരിഹരിക്കാൻ ഭക്ഷണത്തിൽ പനീർ ഉൾപ്പെടുത്തുന്നത് സഹായകമാണ്. മിതമായ തോതിൽ കഴിക്കാനും കൊഴുപ്പ് കുറഞ്ഞ പനീർ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കിയാൽ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. സസ്യബുക്കുകൾക്കും മാംസബുക്കുകൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഏറെ രുചികരമായ ഒരു വിഭവമാണ് പനീർ. എന്നാൽ എല്ലാവർക്കും എപ്പോഴും കഴിക്കാവുന്ന ഒന്നല്ല പനീർ. ഇതിൽ കൊഴുപ്പിന്റെ അംശം കൂടുതലായതിനാൽ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവരും അമിതവണ്ണമുള്ളവരും ശ്രദ്ധിച്ചു മാത്രം കഴിക്കണം. പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും ശ്രദ്ധിച്ചേ കഴിക്കാവൂ. പൊട്ടാസ്യത്തേക്കാൾ സോഡിയത്തിന്റെ അളവ് പനീറിൽ കൂടുതലാണ്. എന്നാൽ വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് പനീർ പ്രയോജനപ്പെടും. ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അത് അളവിൽ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എത്രമാത്രം ഓരോ വ്യക്തിക്കും കഴിക്കാം എന്നത് ഓരോരുത്തരുടെയും ആരോഗ്യ നിലവാരം അനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ അധ്വാനം അനുസരിച്ചും ഇതിൽ മാറ്റം വരാം. ദിവസവും പനീർ കഴിക്കുന്നവർ 50 ഗ്രാമിൽ കൂടുതൽ കഴിക്കാൻ പാടുള്ളതല്ല. ഇതെല്ലാം പൊതുവായ ആരോഗ്യ കാര്യങ്ങൾ മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആരോഗ്യപരമായ ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപും നിങ്ങളുടെ ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.